രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് രണ്ടിൽ നിയമനം കിട്ടിയാൽ ഏത് ജോയിൻ ചെയ്യണം എന്നുള്ളതിന്റെ സബ് ടോപ്പിക്കാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അതായത് DME DHS കമ്പാരിസൺ ആണ്. അപ്പൊ എല്ലാ റാങ്ക് ഹോൾഡേഴ്സും എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, DME ആണോ DHS ആണോ നല്ലത്, ഏത് സെലക്ട് ചെയ്യണം? ഈ നല്ലത് എന്നൊരു വാക്കില്ല. കാരണം അതായത് DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, DHS ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ DMEയുടെ കീഴിലും താലൂക്ക് ആശുപത്രികൾ അങ്ങനെയുള്ള പലതരം ഹോസ്പിറ്റൽസ് ആണ് ശരിക്കും DHSന്റെ കീഴിലുള്ള. മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവും, WNC ഉണ്ട്, PHSCകളുണ്ട്, CHSCകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, DHS. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിക്കാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രണ്ട് വകുപ്പുകളാണ്, അതിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അവിടുത്തെ വർക്ക് ലോഡ്, വർക്ക് നേച്ചർ, കൊളീഗ്സ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഏത് ജോയിൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ ഒരു വിഷയത്തില് എന്നെക്കാളും കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നത് വിനോദിയേട്ടനെ കുറച്ചുകൂടെ പറയാൻ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വിനോദിയേട്ടനെ അറിയാം. വിനോദിയേട്ടനാണ് കുറച്ചുകൂടെ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത്. ഞാൻ അത്രയും അങ്ങോട്ട് ഇൻവോൾവ് ആകാറില്ല, പല തിരക്കുകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തന്നെ പല ഫോൺ കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ വിനോദിയേട്ടന് എല്ലാവരുടെയും സംശയങ്ങളും കാര്യങ്ങളും മറുപടി പറയാൻ സമയം കണ്ടെത്തി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ DHSഉം DME റാങ്ക് ഹോൾഡേഴ്സ് പലരും ജോയിൻ ചെയ്തവരുമായിട്ടും വർക്ക് ചെയ്യുന്നവരുമായിട്ടും എല്ലാം ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഉള്ളത് വിനോദിയേട്ടനാണ്. അപ്പൊ ഞാൻ വിനോദിയേട്ടനെ ക്ഷണിക്കുകയാണ്. അപ്പൊ വിനോദിയേട്ടന്റെ മെസ്സേജുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാവരും വായിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ വിനോദിയേട്ടൻ. വിനോദിയേട്ടൻ ആക്ച്വലി സ്റ്റാഫ് നേഴ്സ് അല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും സ്റ്റാഫ് നേഴ്സ് ഈ ഒരു വകുപ്പിന്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വിനോദിയേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടനോട് ഒരു റാങ്ക് ഹോൾഡർ ചോദിക്കുകയാണ്, DME ആണോ DHS ആണോ അയാൾക്ക് ജോയിൻ ചെയ്ത് നല്ലതെന്ന് ചോദിച്ചാല് ചേട്ടന്റെ അഭിപ്രായം എന്തായിരിക്കും? ഞാൻ ആദ്യം അവരോട് പറയാവുന്നത്, നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് ആണ് തീരുമാനം എടുക്കേണ്ടത്. അതിൽ മെയിനായിട്ട് ആലോചിക്കേണ്ട കാര്യം, വീടിനടുത്ത് ജോലി ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സാധ്യത, അതേതാണ്. ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അത്യാവശ്യമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ഇത് രണ്ടും കണക്കാക്കി ഒരു തീരുമാനം എടുക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ പല കുട്ടികളും പറയുന്നുണ്ട്, DHSൽ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, DMEയിലാണെങ്കിൽ ആ ബുദ്ധിമുട്ട് വരില്ല, തിരിച്ചും ചിലർ പറയും. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ആ വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെ ആ പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് വരുന്നത്. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലാണെങ്കിൽ ആ ബുദ്ധിമുട്ട് വരണമെന്നില്ല. ഇത്രയാണ് എനിക്കിതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കി പറയാനുള്ളത്. ഞാൻ അജയ്ക്ക് കൊടുക്കാം, ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയും. ചേട്ടൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു. നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായിട്ടുള്ള പോയിന്റ്സിലേക്ക് കിടക്കാം. ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സാലറിയാണ്. DME DHS ആണെങ്കിൽ സ്റ്റാഫ് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 സാലറി സെയിം ആണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും അതിലെ സാലറി, മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കേരള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ കയറിയാൽ നമുക്ക് 10th പേ കമ്മീഷൻ്റെ PDF കിട്ടും. ആ PDF ആണിത്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏത് വകുപ്പിലേക്കാണോ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണം ഞാൻ കാണിക്കാം. ഇതിൽ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഹെൽത്ത് സർവീസാണ് നമ്മൾ നോക്കുന്നത്. 208ാമത്തെ പേജ് നമ്പർ നോക്കിയാൽ ഹെൽത്ത് സർവീസിൻ്റെ മുഴുവൻ അവിടുത്തെ ഓരോ കാറ്റഗറിയുടെയും സാലറികളും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ 263ാമത്തെ പേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അങ്ങനെ മറ്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ഇതിലേതാണോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും യൂസ്ഫുൾ ആണ്. ആദ്യം നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷേ പിന്നീട് പലതവണ നോക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. DME DHS കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം
DME ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ സാലറി സ്ലിപ്പ് കാണിക്കാം. നോക്കുക, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഏപ്രിൽ 2018. എന്തുകൊണ്ടാണ് പഴയ സ്ലിപ്പ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ലിപ്പിൽ എല്ലാവർക്കും ഒരു ഇൻക്രിമെൻറ്റ് അധികമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻക്രിമെൻറ്റ് കൂടും. അപ്പോൾ ബേസിക് പേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഴയത് എടുത്തത്. ഇത് സ്കെയിൽ ഓഫ് പേ നോക്കി 27,800, 59,400. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ബേസിക് പേ 27,800. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ DA എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 15%. അതാണ് ആ കാണിച്ചിട്ടുള്ള തുക. അത് കഴിഞ്ഞിട്ട് HRA എന്ന് പറഞ്ഞാൽ ഹൗസ് റെൻറ്റ് അലവൻസ് 2,000 രൂപ. CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. പലരും കരുതിയിട്ടുള്ളത് DMEയിൽ സാലറി കൂടുതലാണെന്നാണ്. അത് തെറ്റാണ്. CCA എന്ന് പറയുന്നത് നമ്മൾ കോർപ്പറേഷൻ്റെ കീഴിലാണെങ്കിൽ, നമ്മൾ സിറ്റിയിലാണെങ്കിൽ നമുക്ക് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്നുള്ളതിൽ 400 രൂപ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അപ്പോൾ മിക്കതും തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു 400 രൂപ നമുക്ക് അധികം കിട്ടും. ഇൻ കേസ് നിങ്ങൾ DHSലാണെങ്കിലും നിങ്ങളുടെ ഹോസ്പിറ്റൽ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ 400 രൂപ CCA കിട്ടും. അതുപോലെ തന്നെ HRA 2000 എന്നുള്ളത് കാണുക. ഈ HRA നമ്മുടെ സിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് നോക്കുക, നമ്മൾ ആ പേ കമ്മീഷനിൽ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച PDF ഞാൻ എടുത്താണ്. ബേസിക് പേ 16,500 തൊട്ട് 26,500 വരെ B2 ക്ലാസ് സിറ്റീസിൽ 1,500 രൂപ, അതർ സിറ്റീസ് ടൗൺ 1,250, അതർ റൂറൽ ഏരിയാസിന് 1,000 രൂപ. 27,150 തൊട്ട് 42,500 വരെ ഉള്ളവർക്ക് HRA എന്ന് പറഞ്ഞാൽ 2,000, അതർ സിറ്റീസ് 1,500, അതർ പ്ലേസസ് 1,250. നോക്കുക, അതായത് B2 ക്ലാസ് സിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് അടിയിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ സ്ഥലങ്ങളിൽ B2 സിറ്റീസായിട്ട് പരിഗണിക്കും. അപ്പോൾ ഈ B2 സിറ്റീസിൽ ഉൾപ്പെട്ട ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് DME ആണെങ്കിലും DHS ആണെങ്കിലും നിങ്ങൾക്ക് 2,000 രൂപ HRA ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ബേസിക് പേ കൂടി നിങ്ങളുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ആ HRAയുടെ എമൗണ്ട് കൂടും. 2,500, 3,000 വരെ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് പലരും കരുതിയിട്ടുള്ളത് DMEയിൽ സാലറി കൂടുതലാണെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. B2 സിറ്റിയിലായതുകൊണ്ട് ഈ കാണുന്ന സാലറി സ്ലിപ്പിൽ 2,000 രൂപ ആണ് HRA കിട്ടുന്നത്, 400 രൂപ CCA കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്രോസ് എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് 34,092. അതിൽ ഡിഡക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ GPF എന്ന് പറയുന്നത് PF ആണ്, 2,000 രൂപയാണ്. അത് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അതുപോലെ ഇരിക്കും. ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് 400 രൂപ, നമ്മളത് കമ്പൽസറി ആണ്, എല്ലാവരും അടയ്ക്കേണ്ടതാണ്. NPS എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിത്ത പെൻഷന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് പേ പ്ലസ് DAയുടെ 10% പങ്കാളിത്ത പെൻഷന് വേണ്ടി നമ്മൾ അടയ്ക്കേണ്ടി വരും. അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ള 3,169. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് 1,000 രൂപ. അത് നമ്മൾ എത്രയാണോ നമ്മൾ ഇടുന്നത്, മിനിമം 500 ആണെന്ന് തോന്നിപ്പം, അത് 1,000 2,000 നമുക്ക് ഇടാം. NPS കോൺട്രിബ്യൂഷൻ അരിയർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആൾ താമസിച്ചായിരിക്കും NPS സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അവരുടെ അരിയർ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആളുടെ 9,347 രൂപ ഡിഡക്ഷനായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ആൾക്ക് കയ്യിൽ കിട്ടുന്ന ഗ്രോസ് എന്ന് പറയുന്നത് നെറ്റ് പേ എന്ന് പറയുന്നത് 24,745 രൂപയാണ്. ഇനി നമുക്ക് DHSൽ, എനിക്കിത് അയച്ചു തന്ന ആളുടെ സാലറി സ്ലിപ്പ് ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് കാണാം. ഇത് ഹെൽത്ത് സർവീസിലെയാണ്, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ആണ് ബേസിക് പേ. നോക്കുക, PHSC ഉടുമ്പൻചോല. അവിടെ ഈ കുട്ടിയപ്പം ജോയിൻ ചെയ്തിട്ട് 1 വർഷമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് 27,800 എന്നുള്ളത് കൂടി ഒരു ഇൻക്രിമെൻറ്റ് കൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 ഇൻക്രിമെൻറ്റ് കൂടുമ്പോഴത്തേക്കും 28,500. അതായത് നമ്മൾ 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 1 ഇൻക്രിമെൻറ്റ് കൂടും, അതായത് 700 രൂപ കൂടും. അങ്ങനെ ഓരോ വർഷം നമുക്ക് ഇൻക്രിമെൻറ്റ് കൂടും. അപ്പോൾ 1 ഇൻക്രിമെൻറ്റ് ഇതിൽ കൂടിയിട്ടുണ്ട്. അതാണ് 27,800 പകരം 28,500. DA 15%. HRA 1,250 ഉള്ളൂ. കുറച്ച് മുമ്പ് കണ്ടല്ലോ, നമ്മൾ റൂറൽ ഏരിയ ആയതുകൊണ്ടാണ് ഇതിൽ 1,250 ഉള്ളത്. CCA കണ്ടല്ലോ, അവിടെ CC ഇല്ല, കാരണം അത് റൂറൽ ഏരിയ ആയതുകൊണ്ട്. പക്ഷെ പകരം അവിടെ വേറൊരു അലവൻസ് കൊടുത്തിട്ടുണ്ട്, ഹിൽ ട്രാക്ക് അലവൻസ്. അപ്പോൾ അത് റൂറൽ ഏരിയ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് 450 രൂപ ഹിൽ ട്രാക്ക് അലവൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4,475 വരുന്നുണ്ട്. ഡിഡക്ഷൻസ് നോക്കുക. CMDRF എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പ്രളയത്തിന് ശേഷം 90% സർക്കാർ ജീവനക്കാരും 1 മാസത്തെ ശമ്പളം
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് 10 ഗഡുക്കളായിട്ടാണ് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ആ CMDRFൻ്റെ നമ്മുടെ സാലറിയുടെ 10% ഇതിൽ ഡിഡക്ഷൻ വരുന്നത്. സാലറി സ്ലിപ്പ് ക്ലിയർ അല്ല, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. GPF, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇപ്പോൾ ഇൻകം ടാക്സ്. അപ്പോൾ നമ്മൾ സാലറി നമുക്ക് ഒരു വർഷത്തെ ഗ്രോസ് വരുന്നുണ്ടേ ഇൻകം ടാക്സ് നമുക്ക് പിടിക്കും. LIC പ്രീമിയം ഇതിൽ നിന്ന് തന്നെ അടഞ്ഞു പോകുന്നുണ്ട് ഈ കുട്ടിയുടെ. NPS, അതുപോലെ തന്നെ NPS അരിയറുണ്ട്, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ 16,175 രൂപ ഡിഡക്ഷൻ വരുന്നുണ്ട് ഈ സാലറി സ്ലിപ്പിൽ. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ കിട്ടുന്ന നെറ്റ് പേ എന്ന് പറയുന്നത് 18,300 DHS തന്നെ ഞാൻ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2ൻ്റെ വേറൊരു സാലറി സ്ലിപ്പ് കാണിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ സാലറി സ്ലിപ്പ് ബേസിക് പേ നോക്കുക 27,800 തന്നെയാണ്. DA HRA 2,000 അപ്പോൾ അതായത് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും സിറ്റി തന്നെയാണ്. CCA അതുകൊണ്ട് തന്നെ 400 രൂപയുണ്ട്. റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാഫ് നഴ്സിന് ആണെങ്കിൽ പോലും റിസ്ക് അലവൻസ് മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 100 രൂപ റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ കുട്ടി ജോയിൻ ചെയ്തിട്ടേ ഉള്ളാവും, അതുകൊണ്ടായിരിക്കും മറ്റ് ഡിഡക്ഷൻസ് ഒന്നും കാണുന്നില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ 34,470. ഡിഡക്ഷന് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 33,000 രൂപ തന്നെ കയ്യിൽ കിട്ടും. അതെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഡിഡക്ഷൻസ് കൂടും. അപ്പോൾ നമുക്ക് സാലറി കയ്യിൽ കിട്ടുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറഞ്ഞിരിക്കാനാണ് സാധ്യത കൂടുതൽ. പലരും സെൻട്രൽ ഗവൺമെൻറ് സാലറി എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് അതും കൂടെ ഈ കൂട്ടത്തിൽ കാണിക്കാം. ഇതിപ്പം എയിംസിൻ്റെ സാലറി സ്ലിപ്പാണ്. ഇത് ജോയിൻ ചെയ്ത് ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഒരാളുടെ സാലറി സ്ലിപ്പാണ്. എയിംസിൻ്റെ സാലറി സ്ലിപ്പ് ശ്രദ്ധിക്കാം. ബേസിക് പേ എന്ന് പറയുന്നത് 50,500. ഓക്കെ, അത് കഴിഞ്ഞാൽ അവരുടെ ഡിയർനെസ് അലവൻസ് 4,545. HRA 12,120. അതായത് ഡൽഹി പോലുള്ള സിറ്റി ആയതുകൊണ്ടാണ് 12,000 രൂപ കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പക്ഷേ കേരളത്തിലാണെങ്കിൽ അത്രയും കിട്ടില്ല, എന്നാലും ഒരു 5,000 രൂപയൊക്കെ HRA ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഴ്സിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 7,200 രൂപയുണ്ട്. യൂണിഫോം അലവൻസ് മന്ത്ലി ഉണ്ട് എയിംസിൽ. നമുക്ക് സ്റ്റേറ്റ് സർവീസിൽ വർഷത്തിലൊരിക്കൽ ഒരു യൂണിഫോം അലവൻസ് ഉണ്ട് 2,000 രൂപ. അത് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് മന്ത്ലി യൂണിഫോം അലവൻസ് ഉണ്ട്. ടൂൾ അലവൻസ്, അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അലവൻസാണ് ഉദ്ദേശിച്ചത്, 1,040 രൂപ. അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് ടാക്സബിളും നോൺ ടാക്സബിളും ഉണ്ട്. വീണ്ടും 3,924 രൂപ. അതായത് നമ്മുടെ ജോലിക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നെറ്റെന്ന് നമ്മുടെ ഡിഡക്ഷൻ വരുന്നത് NPS വരുന്നുണ്ട് 5,500 രൂപ. എംപ്ലോയി ഹെൽത്ത് സ്കീം 650 രൂപ. അസോസിയേഷൻ ഫണ്ട് 20 രൂപ. അങ്ങനെ നോക്കുക, ടോട്ടൽ പേ 81,000 വരുന്നുണ്ട്. പക്ഷേ അതിൽ നെറ്റ് സാലറി എന്തായാലും 74,954 രൂപ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒരു സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ് സെയിം ഗ്രേഡ്, അതായത് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2ൻ്റെ സാലറിയിൽ നിന്നുള്ള വ്യത്യാസം നോക്കുക. അതിൻ്റെ നെറ്റിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണെങ്കിൽ പോലും അവിടെ കിട്ടുന്നതിൻ്റെ പകുതി പോലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പകുതിയിൽ ശരിക്കും 1/3 നമുക്ക് ഇവിടെ അവിടെ കിട്ടുന്നതിൻ്റെ കയ്യിൽ കിട്ടുന്നുള്ളൂ ഇവിടെ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടായിരിക്കും, പക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് 100% ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ DME DHS സാലറി സെയിം ആണ്. ചിലർക്ക് DME കൂടുതലാണെന്ന് കരുതുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, സിറ്റിയിലാണ് DMEയിലെ മിക്ക ഹോസ്പിറ്റൽസും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് CCA HRA അല്പം കൂടുതലായിരിക്കും. HRA 750 രൂപയും CCA 400 രൂപയും. പക്ഷെ ആ നിസ്സാര ലാഭം നോക്കിയിട്ട് നമ്മൾ സിറ്റിയിലേക്ക് മാറുമ്പോൾ ഉള്ള നമ്മുടെ ജീവിത ചെലവ് വളരെ കൂടുതലാണ്. നമ്മൾ അതിന് സമീപ പ്രദേശത്തെ റെന്റ് എന്ന് പറയുന്നത് 8,000 തൊട്ട് 10,000 വരെയുള്ള റെന്റ് കൊടുത്ത് നമ്മൾ താമസിക്കേണ്ടി വരും. ബാക്കി ചെലവുകൾ, അതേപോലെ തന്നെ സിറ്റിയിൽ നമ്മൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്നവരുടെ മാസം ട്രാൻസ്പോർട്ടേഷൻ ചെലവ് തന്നെ 1,500-2,000 രൂപ, അതിൽ കൂടുതൽ ചിലവാകുന്നവരുണ്ട്. വ്യക്തിപരമായി അറിയാവുന്ന അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം കണക്കിലെടുക്കണം. സാലറി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എത്ര സേവിങ്സ് കിട്ടാൻ പറ്റും, അതായത് ഈ 2 ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ് നമുക്ക് കൂടുതൽ സേവിങ്സ് കിട്ടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ഒരു ആസ്പെക്ട്. പിന്നെ ചിലർ കരുതുന്ന ഒരു കാര്യമുണ്ട്, DMEയിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ സാലറി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്.
അപ്പോൾ നിലവിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്നത് DME ആണെങ്കിലും DHS ആണെങ്കിലും സെയിം ആണ്. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് പഠിച്ചതാണ്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ സെയിം ആയിരിക്കുന്നിടത്തോളം കാലം രണ്ടിൻ്റെയും സാലറി തമ്മിൽ യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ എന്തായാലും സമീപ ഭാവിയിൽ, അതായത് ഉടനെ ഒന്നും അങ്ങനെ ഒരു സാലറി ചേഞ്ച് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇൻ കേസ് ഇനി ഒരു 5 കൊല്ലോ 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും DMEയിൽ അടിസ്ഥാന യോഗ്യത BSc നഴ്സിംഗ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ, അതായത് ഇപ്പോൾ ഉള്ള GNM കോഴ്സ് തന്നെ നിർത്തലാക്കി BSc ആണ് അടിസ്ഥാന യോഗ്യത എന്ന് വന്നു കഴിഞ്ഞാൽ അത് DMEയിലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ DMEക്ക് മാത്രമായിട്ടോ അതോ DHSും അങ്ങനെയാണ് വരുന്നതെങ്കിൽ രണ്ടിലും ഒരേപോലെ സാലറി കൂടാൻ സാധ്യതയുള്ളൂ. ഇൻ കേസ് സാലറി കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ 2 ഇൻക്രിമെന്റ് ആയിരിക്കും. അതായത് ഡിപ്ലോമ ടു ഡിഗ്രി വരുന്ന ഉടനെ 2 ഇൻക്രിമെന്റ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത്. അതായത് 700 രൂപയാണ് ഒരു ഇൻക്രിമെന്റ്. 2 ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ 1400 രൂപ. പിന്നെ DA കൂടുമ്പോഴത്തേക്കും അതിനാനുപാതികമായിട്ട് അത്ര ശതമാനം, അതായത് 100 200 രൂപ. അപ്പം ഈ 1400 പ്ലസ് ഈ DA കൂടുന്ന തുക, ഇത്രയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന തുക. അതായത് DMEയിലെ ഒരു സാലറി ചേഞ്ച് എന്തെങ്കിലും വന്നാൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പലരും പ്രതീക്ഷിക്കുന്ന പോലെ DMEയെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്ന ഉടനെ സെൻട്രൽ ഗവൺമെന്റ് പോലെയുള്ള ഉയർന്ന തുക സാലറി കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സാലറി കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അതിനേക്കാളും വലിയൊരു കമ്പാരിസൺ ആണ് പ്രൊമോഷൻ ചാൻസ്, പിന്നെ രണ്ടിന്റെ വർക്ക് നേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് അടുത്ത ഓരോ സബ് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അത് കാണേണ്ടവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.